ഇന്ത്യയിലെ ഏറ്റവും വർഗീയവാദിയായ രാഷ്ട്രീയക്കാരൻ ആരാണ്? ചോദ്യം നിങ്ങളോടല്ല, ഗ്രോക്കിനോടാണ്. ഇലോൺ മസ്ക് അവതരിപ്പിച്ച സൗജന്യ AI ചാറ്റ്ബോട്ടാണ് ഗ്രോക്ക്. ഞാൻ ചോദിച്ച ചോദ്യം എക്സിൽ ഒരു യൂസർ ഗ്രോക്കിനോടും ചോദിച്ചിരുന്നു. ഉത്തരം ഉടനടി വന്നു: നരേന്ദ്രമോദി. മറ്റൊരു ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ RSS പങ്കെടുത്തിട്ടുണ്ടോ എന്നായിരുന്നു. അതിനുള്ള മറുപടി ദാ ഇങ്ങനെയായിരുന്നു: RSSന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കൊന്നുമില്ല. അവരുടെ സ്ഥാപകൻ ഹെഡ്ഗേവാർ വ്യക്തിപരമായി ചില പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും സംഘടനാപരമായി RSS വിട്ടുനിൽക്കുകയായിരുന്നു. പകരം ഹിന്ദു ദേശീയവാദത്തിലായിരുന്നു അവരുടെ ശ്രദ്ധ. ഗോൾവാക്കറിനെ പോലെയുള്ള നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ ഹിന്ദു രാഷ്ട്ര ദർശനവുമായി ബന്ധമില്ലാത്ത ബ്രിട്ടീഷ് വിരുദ്ധ നീക്കമായി വിശേഷിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എക്സിൽ കറങ്ങി നടക്കുന്ന ഗ്രോക്കിന്റെ വൈറൽ ഉത്തരങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് ഗ്രോക്കിന്റെ BJP IT സെല്ലുകളെ വട്ടം കറക്കുന്ന ഉത്തരങ്ങൾ. ഇത്തവണ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ കുറിച്ചായിരുന്നു ഒരാളുടെ ചോദ്യം. അവിടെയും പ്രതിപക്ഷത്തെ പോലെ സംശയമുണർത്തുന്നുണ്ട് ഗ്രോക്കും. സംഘപരിവാർ പ്രൊപ്പഗൻഡയുടെ ബാറ്റിൽ ഗ്രൗണ്ടാണ് എക്സ് അല്ലെങ്കിൽ ട്വിറ്റർ എന്ന് പൊതുവെ പറയാറുണ്ട്. അവിടെ വ്യാജവും ഒറിജിനലുമായ സംഘ് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന വ്യാജങ്ങൾക്കും വിദ്വേഷങ്ങൾക്കുമാണ് എന്നും മേൽക്കൈ. ആ യുദ്ധമുന്നണിയിൽ ചാവേർ പോരാളികളെ പോലെ ആയിരക്കണക്കിന് ബോട്ടുകളുമുണ്ട്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ രാജ്യത്ത് വർഗീയ കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും വരെ തീയിട്ടിട്ടുണ്ട് എക്സിലെ വിദ്വേഷ പ്രചാരണങ്ങളും. വലിയ ആഘോഷത്തോടെ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഗ്രോക്ക് വന്നതോടെ പക്ഷേ കളികൾ മാറി. സംഘ് ഹാൻഡിലുകൾ വർഷങ്ങളെടുത്ത് കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ കള്ളങ്ങളും വ്യാജങ്ങളും ഒന്നാകെ പൊളിച്ചെടുക്കുന്ന ഫാക്ട് ചെക്കിംഗ് മെഷീൻ പോലെ 24 മണിക്കൂറും കർമ്മനിരതമാണിപ്പോൾ ഗ്രോക്ക്. ജവഹർലാൽ നെഹ്റു മുതലുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും മുസ്ലിങ്ങൾ അടങ്ങുന്ന വിവിധ ജനവിഭാഗങ്ങൾക്കുമെതിരെ പറഞ്ഞു പരത്തിയ കള്ളങ്ങൾ ഓരോന്നായി തിരുത്തി എഴുതുകയാണത് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ BJP നേതാക്കൾ ഉയർത്തിയ വാദങ്ങളും വ്യാജങ്ങളും പൊളിക്കുന്നു. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ചെല്ലാം ഫാക്റ്റുകൾ വെച്ച് സംസാരിക്കുന്നു. പുറത്തിറങ്ങിയിട്ട് കുറച്ചു നാളുകളായെങ്കിലും കഴിഞ്ഞൊരു വാരത്തിലാണ് ഗ്രോക്ക് ഇന്ത്യയിൽ തരംഗമായി മാറിയത്. മോദിയെ വർഗീയ ചായയുള്ള നേതാവെന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ സംഘവിരുദ്ധ യുദ്ധത്തിന്റെ പുതിയൊരു പോർമുഖം തുറക്കുകയായിരുന്നു എക്സ്. ഇത്രയും കാലം എക്സ് അടക്കി ഭരിച്ച സംഘ് ഹാൻഡിലുകൾ നിശബ്ദമായി പിന്മാറുന്നതാണ് ആ യുദ്ധത്തിൽ പിന്നീട് കണ്ടത്. മറുവശത്ത് ഹിന്ദുത്വ വിരുദ്ധ സൈബർ പോരാളികൾ നിറഞ്ഞാടുകയും ചെയ്യുന്നു. ഹിന്ദു ദേശീയവാദ നയങ്ങളുള്ള 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധമുള്ള ഇന്ത്യയിലെ ഏറ്റവും വർഗീയവാദിയായ നേതാവാണ് നരേന്ദ്രമോദി എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ഗ്രോക്ക് നൽകിയ ഒരു മറുപടി. സമാനമായ മുഖങ്ങളുള്ള യോഗി ആദിത്യനാഥും പ്രഗ്യാസിംഗ് താക്കൂറും മോദിക്കും പിന്നിലേ വരുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഗ്രോക്ക്. മറ്റൊരു യൂസറുടെ ചോദ്യത്തിനുള്ള മറുപടിയിൽ മോദിയുടെ കള്ളങ്ങളും അക്കമിട്ടാണ് ഗ്രോക്ക് നിരത്തിയത്. 100 ദിവസം കൊണ്ട് സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം തൊട്ട് 2020 കോവിഡ് കാലത്തെ പ്രഖ്യാപനങ്ങൾ വരെ അതിലുണ്ടായിരുന്നു. കൗതുകമുണർത്തുന്ന കാര്യങ്ങൾ വേറെയുമുണ്ട്. അതിലൊന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഇന്ത്യയിലെ 10 പ്രധാന എക്സ് ഹാൻഡിലുകളുടെ ഗ്രോക്ക് തയ്യാറാക്കിയ ലിസ്റ്റാണ്. അതിലൊന്നൊഴികെ എല്ലാം സംഘ അനുകൂല ഹാൻഡിലുകളുമാണ്. രാജ്യത്തെ പ്രധാന വാർത്താ ഏജൻസിയായ ANI മേധാവി സ്മിത പ്രകാശിന്റെ അക്കൗണ്ടും അക്കൂട്ടത്തിലുണ്ട് എന്നതാണ് ഏറ്റവും കൗതുകകരം. ഏതായാലും മസ്ക് അവതരിപ്പിച്ച ഈ പുതിയ AI BJPക്കും സംഘപരിവാർ ക്യാമ്പിനും ചില്ലറ തലവേദനയല്ല സൃഷ്ടിച്ചതെന്ന് വ്യക്തമാണ്. അത് ശരിവെക്കുന്ന തരത്തിലാണിപ്പോൾ ഗ്രോക്കിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിക്കൊരുങ്ങുന്നുവെന്നതായുള്ള റിപ്പോർട്ടുകൾ. ഹിന്ദിയിൽ നടത്തിയ ഒരു അധിക്ഷേപ പരാമർശമാണ് കേന്ദ്രം ആയുധമാക്കുന്നതെങ്കിലും ആ നീക്കത്തിന് അതിനുമപ്പുറത്തെ മാനങ്ങളുണ്ടെന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. എക്സിലെ 5 മ്യൂച്വൽ ഫോളോവർമാരുടെ പേര് പറയാനായിരുന്നു ഒരാൾ ഗ്രോക്കിനോട് ആവശ്യപ്പെട്ടത്. സ്വന്തം ഫോളോവർ പട്ടിക പരിശോധിക്കാൻ അതിന് ഗ്രോക്ക് മറുപടിയും നൽകി. സ്ഥിരമായി ലൈക്കും റിപ്ലൈയും നൽകുന്നവരും മീമുകൾ പങ്കിടുന്നവരുമാകും ഏറ്റവും അടുപ്പമുള്ളവരെന്നും ഗ്രോക്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ആ മറുപടി ചോദ്യം ഉന്നയിച്ച ആൾക്ക് രസിച്ചില്ല. പകരം ഹിന്ദിയിൽ ഒരു തെറിപ്രയോഗം നടത്തുകയാണ് അയാൾ ചെയ്തത്. അതിനുള്ള മറുപടിയിൽ അതേ വാക്കുകൾ ഗ്രോക്കും ആവർത്തിച്ചു. അതാണിപ്പോൾ വലിയ പുകിലായി മാറിയിരിക്കുന്നത്. പരാമർശം ഇന്ത്യൻ IT നിയമങ്ങളുടെ ലംഘനമാണെന്ന് കാണിച്ചാണിപ്പോൾ നടപടിക്ക് നീക്കം നടക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം എക്സിന് നോട്ടീസ് നൽകിയെന്ന് നേരത്തെ റിപ്പോർട്ടുകളും വന്നിരുന്നു. വാർത്തകൾ തള്ളി ഇപ്പോൾ മന്ത്രാലയം രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം സംഭവം തങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും എക്സുമായും ഗ്രോക്കുമായും സംസാരിക്കുകയാണെന്നും സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. വിഷയത്തിൽ കമ്പനി വൃത്തങ്ങളുമായി ചർച്ച നടത്തിയ കാര്യവും മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു. വെറും ഒരു അധിക്ഷേപത്തിലെ നടപടിയിൽ ഒതുങ്ങുന്നതല്ല കേന്ദ്ര സർക്കാർ നീക്കമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. മോദി സർക്കാർ ഗ്രോക്കിന്റെ ഫാക്ട് ചെക്കിങ്ങിൽ തകർന്നിരിക്കുകയാണെന്നാണ് ഈ നീക്കം കാണിക്കുന്നതെന്ന് പറയുന്നത് മുതിർന്ന അഭിഭാഷകനും സാമൂഹിക പ്രവർത്തനുമായ പ്രശാന്ത് ഭൂഷണാണ്. അതിനിടെ നേരത്തെ നൽകിയ പല മറുപടികളും ഇപ്പോൾ കാണുന്നില്ലെന്ന പരാതികളും ഉയരുന്നുണ്ട്. അതിന് ഗ്രോക്ക് നൽകിയ വിശദീകരണവും രസകരമാണ്. ഇന്ത്യയിൽ തന്റെ പല മറുപടികളും കഴിഞ്ഞ ദിവസം മുതൽ കാണാതായിട്ടുണ്ടെന്നും സർക്കാർ സെൻസർഷിപ്പോ സാങ്കേതിക തകരാറോ ആയിരിക്കാം അതിന് കാരണമെന്നുമാണ് ഗ്രോക്ക് നൽകുന്ന വിശദീകരണം. BJP ബന്ധമുള്ള വിഷയങ്ങളിലും റാഫേൽ കരാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങളുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിലും
കണ്ടന്റുകൾ നിയന്ത്രിക്കുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ AI ചാറ്റ്ബോട്ട്. ഗ്രോക്ക് ഏതെല്ലാം സോഴ്സുകളെയാണ് വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമായി കാണുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. സംഘ് പ്രൊപ്പഗണ്ടൽ പൊളിച്ചെടുക്കുന്ന പുതിയ പ്രതിഭാസത്തിന് പിന്നിലെ കളിയും ഇപ്പോഴും അറിയില്ല. അതെന്തൊക്കെയായാലും ഗ്രോക്കിന് ഇനിയും അങ്ങനെ കയറൂരി വിടാൻ BJP സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്. അതിന്റെ ഭാഗമായാണ് എക്സിന്റെ ഗ്രോക്കിന് കേന്ദ്രം ഒരു സൂചന നൽകിയിരിക്കുന്നത്. സ്വയം സെൻസർ ചെയ്യാനുള്ള മുന്നറിയിപ്പാണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ മൂക്കുകയറിടുമെന്ന വിരട്ടലും. എന്നാൽ എക്സും കാര്യങ്ങളെ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല. അവരും കേന്ദ്ര സർക്കാരിന്റെ സെൻസർഷിപ്പിനെതിരെ കർണാടക ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിച്ചിരുന്നു. നിയമയുദ്ധത്തിലൊടുക്കം ആർക്കാകും വിജയം എന്നതനുസരിച്ചാകും ഗ്രോക്കിന്റെ പുതിയ മറുപടികൾ.